നമസ്കാരം, ഞാൻ ആര്യ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ ടീം അപ്പ് ചെയ്യുന്നത് പ്ലമ്മുമായിട്ടാണ്. പ്ലം നിങ്ങൾക്കറിയാമോ, എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ വീഡിയോസിൽ പറയുന്നൊരു ബ്രാൻഡാണ് പ്ലം. ഒരുപാട് പ്രോഡക്റ്റ്സ് ഞാൻ പ്ലമ്മിൻ്റെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറേ പേര് യൂസ് ചെയ്തിട്ട് നല്ലതാണ് എന്നുള്ള ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡ് അവരുടെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമല്ലോ. അതും നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റ് ആണെങ്കിലോ. ഇത്തവണ സ്കിൻ കെയർ ഒന്നുമല്ല, പ്ലം ഇപ്പോൾ ഒത്തിരി മേക്കപ്പ് പ്രോഡക്ട്സും കൊണ്ടുവരുന്നുണ്ട്. പ്ലമ്മിൻ്റെ ഏറ്റവും പുതിയ ലോഞ്ചായിട്ടുള്ള പ്ലം മാറ്റ് ഇൻ ഹെവൻ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള PR പാക്കേജ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാമല്ലേ. ഇത് ഇങ്ങനെ ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാക്കേജിങ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ നോക്കാം. ഇവരിതിൽ പറയുന്ന ക്ലെയിംസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് തന്നെ നമുക്ക് റിവ്യൂ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ PR പാക്കേജിൽ നിങ്ങൾ കണ്ടതുപോലെ 10 ഷെയ്ഡ്സ് ആണ് ഇവരിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ പിങ്ക്സ് ഉണ്ട്, റെഡ്സ് ഉണ്ട്, ന്യൂഡ്സ് ഉണ്ട്, ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് എല്ലാവർക്കും ഷെയ്ഡ്സ് കിട്ടും കേട്ടോ. ഒരു ഫെയർ ടു മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണിന് വരെ സ്യൂട്ട് ആവുന്ന ഷെയ്ഡ്സ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് തന്നെ എനിക്ക് ഇതിൽ ഇഷ്ടമായൊരു കാര്യം. ഇനി ഈ ലിപ്സ്റ്റിക്കിൻ്റെ പാക്കേജിങ് നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഷെയ്ഡ് നെയിമും അതുപോലെ നമ്പറും ഇവർ ലിപ്സ്റ്റിക്കിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക് 499 ആണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷേ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ കൂപ്പൺ കോഡ് ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അത് യൂസ് ചെയ്താൽ പ്ലമ്മിൻ്റെ വെബ്സൈറ്റിൽ നിന്നൊരു 10% ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇവർ പറയുന്ന ക്ലെയിംസ് എന്തൊക്കെയാണ്, അതുപോലെ ലിപ്സ്റ്റിക് സ്വാച്ചസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ്. ഇത് ഒരു നല്ല ഒരു ബ്രൗൺ ഷെയ്ഡാണ്. കൊക്കോ മോക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ടാവുന്ന നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽഡായിട്ട് ഹാൻഡ് സ്വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് മുന്നേ നമുക്ക് ഇവരുടെ ക്ലെയിംസ് എന്തൊക്കെയാണ്, ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്ലമ്മിൻ്റെ മറ്റ് പ്രോഡക്ട്സ് പോലെ ഇതും 100% വീഗൻ ആൻഡ് ക്രുവൽറ്റി ഫ്രീ ആണ്. മാത്രമല്ല ഈ ലിപ്സ്റ്റിക്സ് എല്ലാം തന്നെ ടാൽക് ഫ്രീ, ഫാലൈറ്റ് ഫ്രീ ആൻഡ് പാരബൻ ഫ്രീ ആണ്. ഇനി ഈ ലിപ്സ്റ്റിക്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ വൈറ്റമിൻ ഇ കണ്ടൻറ് ഉണ്ട്. മാത്രമല്ല ഇത് ഹൈലി പിഗ്മെൻറ്റഡ് ആണ്, അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയ്റ്റും ആണ്. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് എപ്പോഴും ലൈറ്റ് വെയ്റ്റ് ആവണമെന്നില്ല, നമുക്ക് ലിപ്സിൽ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. പക്ഷേ ഈ ലിപ്സ്റ്റിക്സ് വളരെ കംഫർട്ടബിളാണ്. നമുക്കിത് അപ്ലൈ ചെയ്യാനാണേലും വളരെ കംഫർട്ടബിളാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് പക്ഷേ ഇത് നല്ലൊരു സ്മൂത്ത് ആപ്ലിക്കേഷന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ മനസ്സിലാവുന്നൊരു കാര്യമാണ്. നല്ല വോണ്ടാണ് കേട്ടോ, വളരെ സ്മൂത്താണ്. ലിപ്സിൽ എന്താ പറയുക, വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. ഇനി ഈ ലിപ്സ്റ്റിക്സിൻ്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ലോഞ്ചിവിറ്റിയാണ്. 6 to 8 hours ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് ടച്ചപ്പ്. മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് ലിപ്സിനെ ഒട്ടും തന്നെ ഡ്രൈ ആക്കുന്നില്ല, എന്നാൽ പെട്ടെന്ന് തന്നെ ലിപ്സ്റ്റിക് ഡ്രൈ ആവുന്നുണ്ട്. അപ്ലൈ ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് തന്നെ ലിപ്സ്റ്റിക്ക് ഡ്രൈ ആവുന്നുണ്ട്. എന്നാൽ അത് ലിപ്സിനെ ഒട്ടും തന്നെ ഡ്രൈ ആക്കുന്നില്ല. ലിപ്സ് വളരെ കംഫർട്ടബിളായിട്ട് തന്നെ നമുക്കിത് വെയർ ചെയ്യാനായിട്ടും സാധിക്കും. കംഫർട്ടബിൾ ആണെന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ് നോൺ സ്റ്റിക്കി ആണ് എന്നുള്ളത്. ലിക്വിഡ് ലിപ്സ്റ്റിക്ക് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഇങ്ങനെ സ്റ്റിക്കി ആവാറുണ്ട്. പക്ഷേ ഇത് ലിപ്സിൽ ഒട്ടും തന്നെ സ്റ്റിക്കി ഇല്ല. ഇത് കണ്ടില്ലേ, ഒട്ടും സ്റ്റിക്കി അല്ല. അപ്പോൾ അതും ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യം തന്നെയാണ്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ലിപ്സ്റ്റിക്സ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആണോ, അതുപോലെ മാസ്ക് പ്രൂഫ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മാസ്ക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ദേ 2 സൈഡിലും ഒന്നുമില്ല, നല്ല ക്ലീൻ ഒരു മാസ്കാണ്. ജസ്റ്റ് ഞാനൊന്ന് വെച്ചിട്ട് നമുക്ക് നോക്കാം. ദാ കണ്ടില്ലേ, ഒട്ടും തന്നെ ട്രാൻസ്ഫർ ആയിട്ടില്ല. സോ നമുക്കിത് ധൈര്യമായിട്ട് പറയാം, മാസ്ക് പ്രൂഫ് ആയിട്ടൊരു ലിപ്സ്റ്റിക് ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചു എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മളിത് മാസ്ക് പ്രൂഫ് ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്തു. ഇനി ഇത് നമുക്ക് വാട്ടർ പ്രൂഫ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്താലോ, നമുക്കൊന്ന് നോക്കാം.